ഇന്ന് കിച്ചണിൽ കയറാൻ കുറച്ച് ലേറ്റായിട്ടുണ്ട് കേട്ടോ. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളൊന്നുമില്ലല്ലോ, അപ്പോൾ കുറച്ച് നേരം അങ്ങനെ കിടന്നു. ഇനി പ്രത്യേകിച്ച് കയറാതിരിക്കാൻ പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചതുണ്ട്. രാത്രിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, കറി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ. അപ്പോൾ പിന്നെ കുറച്ച് വൈകിട്ട് കയറിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, സ്കൂളും ഇല്ല. അപ്പം അങ്ങനെ വിചാരിച്ച് ഇനിയിപ്പോൾ ബാക്കി പണികളുണ്ട്, അതിന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചൻ്റെ മേക്ക് ഓവർ ചെയ്തിട്ടുള്ള വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ പറയത്തക്ക മേക്ക് ഓവർ എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കിച്ചനാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഉള്ളത് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നും കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കബോർഡിന് നമ്മൾ വൈറ്റ് പെയിൻറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോൾ ഈ എണ്ണ കുപ്പി അതുപോലെ പൊടികളൊക്കെ വെക്കുമ്പോൾ അത് ആകെ വൃത്തികേടാവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിച്ചതാണ് ഈ ഒരു കളറിൽ. ഇനിയിപ്പോൾ അങ്ങനെ വൃത്തികേടായാലും ആരും അറിയൂല കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ അതാണ് ഞാൻ കിച്ചണിൽ വരുത്തിയിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ടൈമില്ല, മക്കൾസൊക്കെ എണീച്ചിട്ടുണ്ട്. ഇപ്പോൾ വിശക്കുക എന്ന് പറയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ തന്നെ അയാനക്കുട്ടി കിച്ചണിൽ സീറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആൾ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് രാവിലെ തന്നെ ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഞാൻ എപ്പോൾ വെക്കും എന്നുള്ളത് ആലോചിച്ച് നിൽക്കുമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓൺ വോയിസിൽ ഫ്രണ്ട് ക്യാമറയിൽ വരുന്നത്. അപ്പം അതിൻ്റെ എല്ലാ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതാ തലേദിവസം നമ്മൾ കുഞ്ഞിപ്പത്തലും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ബാക്കിയുണ്ട്, തലേദിവസം രാത്രിക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ചൂടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചൂടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പണികളുണ്ട്. ഉച്ചക്കൊക്കെയുള്ള ലഞ്ച് ഉണ്ടാക്കണം, പിന്നെ അടിക്കണം, തുടക്കണം, ഒരുപാട് അലക്കാനുണ്ട്, അതൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടിച്ചായിട്ടുണ്ട് കേട്ടോ. മടിച്ചെന്ന് പറഞ്ഞാൽ നല്ല മടിച്ചായിട്ടുണ്ട്. വീട്ടു ജോലി എടുക്കാനല്ല കേട്ടോ, അതെല്ലാതും ചെയ്യണമൊക്കെ ഉണ്ട്, പക്ഷെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഉച്ചക്കൾക്ക് ബിരിയാണിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്കുള്ള ചിക്കൻ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാമെന്ന് കേട്ടോ, ഐസൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പണികളും കൂടെ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പിന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. വീഡിയോസ് ഞാൻ എടുക്കും, പക്ഷേ കുറച്ച് എടുക്കും, പിന്നെ ഞാൻ അവിടെ നിർത്തും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സീരിയലിൻ്റെയൊക്കെ പോലെ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറഞ്ഞ പോലെ തിങ്കൾ മുതൽ വെള്ളി വരെ ഭയങ്കര എനർജി ആയിട്ട് ഞാൻ വീഡിയോ എടുക്കും. ശനി ഞായറും ഞാൻ മടിച്ചായി പോകും കേട്ടോ. കാരണം ശനി ഞായർ എങ്ങനെയെങ്കിലും പോവാം, ഇനി ഒന്നുമില്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോയിട്ട് എങ്ങനെയെങ്കിലും 2 ദിവസം ലീവാവും, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ മൺഡേ തിങ്കളാഴ്ച വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അതാ രണ്ടാളും കൗണ്ടർ ടോപ്പിൽ കയറി ഇരുന്നിട്ടുണ്ട്. കറിയും അതുപോലെ തന്നെ പത്തലും ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മൾ ബിരിയാണിക്കുള്ള വെറുതെ നിൽക്കണ്ടല്ലോ, ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോഴേക്കും അത് ചൂടായി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. സാധാരണ ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ എന്താ ഇന്ന് വീഡിയോ ഇടാത്തതെന്നുള്ള കമൻറ്റ് വരാറുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് അത് കാണാറില്ല. നിങ്ങളൊക്കെ മറന്നിക്കണോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ആക്കാനും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ആക്കണം കേട്ടോ. നമ്മുടെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ആക്കണേ. ഇറ്റ്സ് മീ ഹുസ്ന സേഫ് എന്നുള്ള അക്കൗണ്ടാണ് കേട്ടോ നമ്മുടെ പേര്, ഇൻസ്റ്റാ പേജ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫോളോ ആക്കണേ. ഇനിയിപ്പോൾ അതാ നമ്മൾ എന്താ പറയുക, അതിൽ ഞാൻ വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെ ഷെയർ ആക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണുക. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അതുപോലെ അങ്ങനത്തെ വീഡിയോ ചെയ്യോ ഇങ്ങനത്തെ വീഡിയോ ചെയ്യോ എന്നുള്ള സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് താഴെ ഒന്ന് കമൻറ്റ് ആക്കുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീഡിയോയിൽ ഞാൻ വരുത്തിയിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമൊന്ന് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി മുതൽ രാത്രി ഒരു 8 മണി ആ ഒരു ടൈമിലേക്ക് വീഡിയോ അപ്ലോഡ് ആക്കിയാലോ എന്നൊരു നിഗമനത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഉച്ചക്കൽക്ക് എനിക്ക് എന്തായാലും പറ്റുന്നില്ല, വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ കൂടെ കഴിയണില്ല ഉച്ചക്കൽക്ക്.
അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി മുതൽ രാത്രി ഒരു 8 മണി ആ ഒരു ടൈമിലേക്ക് ആക്കിയാലോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ആക്കണേ. അല്ല ടൈം മാറ്റണം എന്നുണ്ടെങ്കിൽ അതും ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ വർത്താനം പറഞ്ഞിട്ട് നമ്മൾ ഉള്ളിയരിയലും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മൾ പത്തലും ചിക്കൻ കറിയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇന്നിപ്പോൾ ഈ വീഡിയോ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഇതിൽ ഞാൻ കുക്കിംഗ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ക്ലീനിങ് ഒന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര മടിച്ച് അയക്കുകയാണ് വീഡിയോ എടുക്കണ കാര്യത്തിൽ കേട്ടോ. ശരിയാക്കണം. എന്തായാലും ഞാൻ വീഡിയോ ഇടാണ്ടിരിക്കുമൊന്നുമില്ല കേട്ടോ. വീഡിയോ ഡെയിലി ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിനിടയിൽ ശനി ഞായറുമാണ് എന്നെ വീണ്ടും മടിച്ചിയിലേക്ക് ആക്കുന്നത് കേട്ടോ. മടിയൊക്കെ മാറ്റണം. അതുപോലെ നമ്മൾ ഹിജാബ് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാറുണ്ട് കേട്ടോ, ഷോർട്സ് ആയിട്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അതുപോലത്തെ ഷോർട്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ആക്കാം. പിന്നെ ഇനിയിപ്പോൾ അതാ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളി അതൊക്കെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുകയെന്ന് കേട്ടോ. എന്നാൽ പിന്നെ പെട്ടെന്ന് പണി കഴിയുമല്ലോ. നല്ലൊരു അടിപൊളി ബിരിയാണി ഒരു അൽക്കുൽ തൈങ്ങാണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. എന്നാൽ ഒന്നുകൂടി ടേസ്റ്റ് ആവുമല്ലോ. ചിക്കൻ ഫ്രൈ ആക്കിയെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ ഭയങ്കര ഹാർഡായി പോകില്ല കേട്ടോ. അത്രത്തോളം ഫ്രൈ ആക്കിങ്ങാണ്ട് എടുക്കരുത്. പിന്നെ ചിക്കൻ ഫ്രൈ ആക്കുന്നതിലേക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. ഫ്രൈ ആക്കുമ്പോൾ ആക്കിയെടുത്താലും ഭയങ്കര ഹാർഡായി പോകില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. ഇനിയിപ്പോൾ അതൊക്കെ ഞാനവിടെ ഐസ് വിട്ടപ്പോൾ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ കൂടെ ഒന്ന് എന്താ പറയുക, എന്തിപ്പോൾ പറഞ്ഞിരുന്നു, ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കിച്ചൺ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ പറയണേ. ഒരുപാട് പേര് കിച്ചൺ ടൂർ ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ ഞാൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ ഹോം ടൂർ ചെയ്യോ, അതുപോലെ നമ്മളുടെ വീട് എവിടെയാണ്, നാട് എവിടെയാണ്, ഹസ്ബൻഡിന് എന്താ ജോലി, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് Q&A വേണം എന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റാക്കാം. മൊത്തത്തിൽ ഇന്ന് കമൻറ്റിൻ്റെ ഒരു 5-6 ഏറും കളിയാണെന്ന് പറയില്ലേ. എന്താണേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാലല്ലേ നമുക്കറിയുള്ളൂ. അപ്പോൾ നിങ്ങളതെന്ത് ചെയ്യുക, അറിയിക്കുക കേട്ടോ. Q&A വേണോ വേണ്ടയോ എന്നുള്ളത്. മാഷാഅല്ലാ നമ്മൾ 4K ലോഡിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും അങ്ങോട്ടും ഉണ്ടാവണമെന്ന് പറയാണ്. തരണം കേട്ടോ. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇതുവരെ എത്തിയത് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്, നിങ്ങൾ വീഡിയോ കാണുന്നത് കൊണ്ടാണ്, സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ ഞാൻ ഫ്രൈ ആക്കുന്നുണ്ട് ഇവിടെ. അപ്പുറത്ത് അയാനക്കുട്ടി അതിരുന്ന് കഴിക്കണമുണ്ട് കേട്ടോ. ആളെന്തിനോ ഒന്ന് കച്ചറാക്കിങ്ങാണ്ട് കരഞ്ഞിങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നു കളിക്കാൻ പോയിട്ട്. എന്നിട്ട് പിന്നെ ഇത് കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്ന് എണീച്ച് പോകുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിക്കൻ താ എന്ന് പറഞ്ഞുങ്ങാണ്ട് അവിടെ കുത്തിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓളങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇന്നെ തന്നെയാണ് കേട്ടോ ഓർമ്മ വരിക. എൻ്റെ ഉമ്മ അതേപോലെ ചിക്കൻ എന്തെങ്കിലും ഫ്രൈ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ പണ്ടല്ല കേട്ടോ, ഇപ്പോഴും അതുപോലെയാണ്. ഇപ്പോൾ ഈ ഫ്രൈ ആക്കുന്നതിന് ഞാൻ എന്നെ കൺട്രോൾ ചെയ്തിട്ടാണ് ഫ്രൈ ആക്കുന്നത് അറിയില്ലേ. ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവേ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ചോറിനുള്ള വെള്ളം ഞാൻ ഇതിനിടയ്ക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സീ കുക്കിൽ. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ നോൾട്ടയുടെ പാത്രം എടുത്തിട്ട് നമുക്ക് ഇത് ദം ചെയ്യണം കേട്ടോ. അപ്പോൾ ചോറിനുള്ള അരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൈ കൊണ്ട് എനിക്ക് ക്യാമറ പിടിച്ച് ഒരു കൈ കൊണ്ട് പാത്രം പൊങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഫോൺ അവിടെ വെച്ച് അതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് ചോറ് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ഈസി കുക്കിൽ. അപ്പോൾ നിങ്ങളെപ്പോഴും പറയുന്നതാണ് വെറും കുക്കിംഗ് വീഡിയോ മാത്രം ചെയ്യുമ്പോൾ വ്യൂസ് കിട്ടാത്തത്, വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളെപ്പോഴും പറയുമ്പോൾ ഞാനത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. എങ്ങനെ വേറെ എന്തെല്ലാം വീഡിയോ ചെയ്യുന്നുള്ളതിൻ്റെ നിഗമനങ്ങളിൽ ഇങ്ങനെ ചർച്ച നടക്കാറുണ്ട് കേട്ടോ. ഇൻ്റർനാഷണൽ ചർച്ചയാണ് കേട്ടോ ഞാനും കാക്കും കൂടെ നടത്താറ്. എങ്ങനെ വീഡിയോ നിങ്ങൾക്ക് വെറും കുക്കിംഗ് അല്ലാതെ വേറെ എന്താ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് പറയാം കേട്ടോ, നിങ്ങൾക്ക് എങ്ങനത്തെയാണ് കാണാൻ ഇഷ്ടം എന്നുള്ളതും കൂടെ ഒന്ന് പറയണേ. എന്നാൽ പിന്നെ അത് ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ ചർച്ചകൾ നടത്തേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ട് ആ ഒരു രീതിയിൽ വീഡിയോ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ എന്താ ഇപ്പോൾ പറയാൻ വന്നു, മസാല അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും വെറും ഈ ഒരു കുക്കിംഗ് വീഡിയോ മാത്രമായിട്ട് ചെയ്യുമ്പോൾ എനിക്കും ബോറടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ എനിക്കും മടി പിടിക്കണത്. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും പറയും എടുക്കുന്ന എനിക്കോ മടി പിടിക്കണം, അപ്പോൾ പിന്നെ കാണുന്നവരുടെ കാര്യം പറയണ്ടല്ലോ എന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതാ നമ്മൾ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയിലും പുതിനയിലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ആ ഒരു ആഫ്രിക്കൻ മല്ലി ഉണ്ടല്ലോ, അതിവിടെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ടാണ് കേട്ടോ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ റൈസ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അൽക്കുലത്ത് ആക്കിങ്ങാണ്ട് തട്ടിക്കൂട്ടി പെട്ടെന്ന് ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് കോംപ്രമൈസ് ഇല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പോൾ ബിരിയാണി വെച്ച് അതൊരു തയസ്സിലായിക്കണമെന്ന് അറിയില്ലേ, അങ്ങനെ എപ്പോഴും വെക്കൊണ്ട് അത്ര വലിയ ടെൻഷൻ ഇല്ല കേട്ടോ ബിരിയാണി വെക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. റൈസ് മുഴുവനും ഞാൻ അതിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ ഒന്നും എനിക്ക് ബിരിയാണിയിൽ കിട്ടുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ഞാനതൊന്നും യൂസ് ആക്കാറില്ല. അണ്ടിപ്പരിപ്പോ മുന്തിരിയോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. മല്ലിയിൽ തന്നെ ഞാൻ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്, പക്ഷെ അത് കടിക്കണ ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം ജസ്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഇടുന്നതാണ്. ചോറ് വയ്ക്കുമ്പോൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കളയും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതാ ദം ചെയ്തത് അതിനിടയിൽ ഞാൻ പോയിങ്ങാണ്ട് എന്ത് ചെയ്തിട്ടുണ്ടെന്നോ, എൻ്റെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അതിനിടയിൽ കൂടെ നടക്കുന്നുണ്ട്, പാത്രം കഴുകലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ദമ്മൊന്ന് പൊട്ടിച്ചെടുക്കുന്നത്. തറവാട്ടിലേക്ക് ഉപ്പാക്കും മറ്റും ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ച് പിന്നെ അതാ ഞാനെൻ്റെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളെ കുളിപ്പിച്ചു, അവർക്ക് ഫുഡ് കൊടുത്തു. പിന്നെ എന്താ പറയാൻ വന്നു, എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.